വായാടിയും സൽക്കാരപ്രിയയുമായ ഈ വീട്ടമ്മ ഇനി നമ്മുടെ വനിതാരത്നത്തിന്റെ സ്വന്തം സലു. സെലീന, ഈ പ്രൊഫൈൽ ഉണ്ട്, സെലീനയ്ക്ക് എന്താ തോന്നി? എന്തെല്ലോ വിളിച്ചറിഞ്ഞ തോന്നി. ഞാൻ എന്റെ മനസ്സിലുള്ളതാണ് അവിടെ പറഞ്ഞത്. അതാണ് നമ്മുടെ മനസ്സ് നമ്മളെ മറ്റുള്ളവരോട് പറയുക. പിന്നെ സെലീന പാട്ട് പാടിയപ്പോ ഇവിടെ സ്റ്റേജിൽ നിന്ന് റിയാക്ഷൻ ഉണ്ട്. അത് എന്തുകൊണ്ടാണ് എനിക്ക് ഇത്രയും നന്നായിട്ട് പാടിയ ഒരാൾ പാടിയോണ്ട് അള്ളാന്ന് പറഞ്ഞു? അതല്ല, ഞാൻ വിചാരിച്ച അത്ര അതിൽ വന്നില്ല. സംഗതികളൊന്നും അതിനേക്കാൾ സംഗതിയൊക്കെ ഇട്ട് പാടിണ്ടായിരുന്നു. അതല്ല ഇവര് കട്ട് ചെയ്ത് സംഗതിയിൽ എഡിറ്റിംഗ് പോയതാ തോന്നുന്നു. അതെനിക്ക് ഭയങ്കര വിഷമമായി. ഹൃദയത്തോട് തൊട്ടുനിന്ന് സംസാരിക്കുന്ന രീതിയിലാണ് തോന്നുന്നത്. സെലീന വന്ന് കൃത്യമായിട്ട് പറയുന്ന സെലീനയുടെ മനസ്സ് നമുക്ക് മനസ്സിലാക്കാൻ സാധിച്ചു. ജഡ്ജസ് ഒരു വട്ടം ആക്ച്വലി കോഴിക്കോട് വെച്ചിട്ട് തന്നെ ഔട്ടായി പോയി. പിന്നെ അതപ്പോ മൂന്നാമത് നമ്മളിവിടെ തിരിച്ച് ഇവിടെ എത്തിയിരിക്കുകയാണ്. ഇന്നതിന്റെ ഒരു തുടക്കമാണ്. ആ എക്സ്പീരിയൻസും ഇന്നും ഇപ്പോഴും എന്നുവെച്ചാൽ ഞാൻ 3 വർഷമായിട്ട് സ്വപ്നം കാണുന്നൊരു കാര്യമാണ് ഇങ്ങനെ ഈ ഫ്രണ്ടിലോട്ട് ഇങ്ങനെ നടന്ന് സ്ലോ മോഷനിൽ. ഇനിയിപ്പോ കാണിക്കുമെന്ന് അറിയില്ല. ഇപ്പൊ ഞാൻ നേരാണ് നടന്നു വന്നവർ. ഇനി ടി വിയിലെല്ലാം കാണിക്കുമ്പോൾ സ്ലോയിൽ ഇങ്ങനെ നടന്നു വരുമല്ലോ. ആ ഒരു രംഗം സ്വപ്നം കാണാൻ തുടങ്ങിയിട്ട് 3 വർഷമായി. അതിപ്പോ നടന്നല്ലോ എന്നുള്ളൊരു മനസ്സിൽ നിറഞ്ഞു. സെലീന കൈ കുറച്ചുകൂടി നീട്ടി വെക്കരുതല്ലോ നടത്തേ. ഒന്നും കൂടി ടേക്ക് എടുത്ത. കാരണം എന്താ വെച്ചാൽ കഴിഞ്ഞ വർഷം എല്ലാ കണ്ടസ്റ്റൻസിനും എനിക്ക് നല്ല പരിചയം ഉണ്ടായിരുന്നു. ഓക്കെ, ഇപ്പൊ നമുക്ക് ഉസാറായില്ലേ? സന്തോഷമായി. സിം റോഷനും നദീം റോഷനും അങ്ങനെ ഉണ്ടായി വരുന്നതിന് മുമ്പ് പിന്നെ സെലീനന്റെ ഉമ്മക്ക് ഒരു ബേജാറുണ്ടായിരുന്നു അല്ലേ? അതെന്തായിരുന്നു? അത് എന്റെ ഉമ്മ കളറില്ലെങ്കിലും എന്നെ കല്യാണം കഴിക്കുന്ന ഹസ്ബൻഡ് നല്ല കളർ ഉണ്ടാണെന്നുള്ളൊരു ദുരാഗ്രഹക്കാരിയായിരുന്നു. കാരണം ഞാൻ ഇന്നൊരു ഒരു 35 ഹസ്ബൻഡ് വന്നതിലും നല്ല വെളുത്ത് നല്ല 35 ഹസ്ബൻഡ് വന്നു. ആരുടെ ഹസ്ബൻഡ്? കല്യാണാലോചനകൾ ഇല്ല, 35 ആലോചന, 35 വിവാഹാലോചനകൾ വന്നെങ്കിലും പക്ഷെ ഉമ്മക്ക് ആള് വെളുത്തിരിക്കണം. ഉമ്മന്റെ ഉപ്പ അല്ല, എന്റെ ഉപ്പ ഉമ്മന്റെ ഹസ്ബൻഡ് അല്ല, എന്റെ ഉപ്പ വെളുത്തിട്ടാണല്ലോ. അപ്പൊ ഉമ്മക്ക് ഒരു കൺസെപ്റ്റ് ഉണ്ട്, എന്റെ ഹസ്ബൻഡ് നന്നായിട്ട് വെളുത്തിരിക്കണം എന്ന് പറയാൻ സംഗതി കുട്ടികൾ വെളുക്കല്ലോ. ഭർത്താവ് വെളുത്താൽ കുട്ടികൾ വെളുക്കല്ലോ. ഭർത്താവ് കറുത്തു പോയാല് കുട്ടികളും കറുക്കല്ലോ എന്നുള്ളൊരു വിഷമമായിരുന്നു ഉമ്മക്ക്. അത് പെണ്ണായാല് കറുത്താലും ഞാൻ അവിടെ പെൺകുട്ടി കറുത്താണല്ലോ എന്ന് പറയല്ലോ വിചാരിച്ചിട്ട് നമുക്ക് ഹസ്ബൻഡ് നല്ല വെളുത്തിട്ട് ആയിരിക്കണം. ഇത് കല്യാണം ചെന്നപ്പോ കളറ് കുറവാണല്ലോ എന്നുള്ളൊരു വിഷമം ഉണ്ടായിരുന്നു. അപ്പൊ ഞാൻ അത് സാരില്ല, കളറിലൊന്നും നല്ലല്ലോ കാര്യം, എനിക്ക് ഹൈറ്റും വെയിറ്റും ഉണ്ടായിരിക്കണം ഹസ്ബൻഡ് എന്നുള്ളൊരു ഒറ്റ കണ്ടീഷൻ ആയിരുന്നു ഉണ്ടായത്. കാരണം ഞങ്ങള് പെണ്ണുങ്ങളൊന്നും പ്രസവിച്ചൊക്കെ കഴിഞ്ഞാൽ നല്ല ഹൈറ്റും വെയിറ്റ് ഒക്കെ ആവല്ലോ. അപ്പൊ പിന്നെ ഹസ്ബൻഡ് ഇങ്ങനെ ചെറുതായാൽ കൂടെ പോകുമ്പോ എന്തോ ഒരു പോലെ ആണല്ലോ. ഇയാളെ ആവശ്യത്തിൽ നല്ല ഹൈറ്റും നല്ല വെയിറ്റെല്ലാം ഉണ്ട്. ആദ്യത്തെ മോനെ വയറ്റിലായിരുന്നപ്പോ ഇപ്പൊ ഉമ്മ പറഞ്ഞു മോൻ കറുത്തുവല്ലോ. ഞാൻ കുങ്കുമപ്പൂവ് ഗൾഫിലുള്ളവരോട് ഫുള്ള് വിളിച്ചു പറഞ്ഞിട്ട് ഒരു 10 പെട്ടി 15 പെട്ടി കുങ്കുമപ്പൂവ് ഇങ്ങോട്ടേക്ക് ഇറക്കുമതി ചെയ്തിട്ടുണ്ടായിരുന്നു. അത് ഞാൻ എല്ലാം നല്ല ഭക്ഷണം എല്ലാം കഴിച്ച് മോൻ ഭയങ്കര വെയിറ്റ് ആയിരുന്നു, 4 കിലോ ഉണ്ടായിരുന്നു. അപ്പൊ പ്രസവിച്ച് കഴിഞ്ഞപ്പോ നല്ല വെളുത്ത് സുന്ദരനായ സാറിനെ പോലെ നല്ല വെളുത്തിട്ട് അല്ല. പിന്നെ 4 വർഷത്തിന് ശേഷം മറ്റേ വയറ്റിലായപ്പോ മറ്റേ 3 മാസം അതിന് ശേഷം ഇന്ന് കുങ്കുമപ്പൂവ് കുടിച്ചിട്ടുണ്ടായിരുന്നു. ഇത് 1ാം മാസത്തിൽ തന്നെ കുടിച്ചോ. എന്നാലും കുട്ടി നല്ല വെളുക്കാൻ ഞാൻ കുടിച്ചു. എന്തുകൊണ്ടും അറിയില്ല, ചെക്കന് ഇത്തിരി സംസാരത്തിനൊക്കെ ഒരു ഇത്തിരി കംപ്ലൈന്റ് ഉണ്ട്. കുങ്കുമപ്പൂവ് 1ാം മാസത്തിൽ കുടിച്ചോണ്ടാണോ എന്ന് എനിക്കറിയില്ല. അപ്പൊ അവന് LKG ചേർത്തിയപ്പോ പിന്നെ ഫസ്റ്റ് ഭയങ്കര ഇഷ്ട സ്കൂൾ പോവാനല്ലോ. അപ്പൊ വന്നപ്പോ പറഞ്ഞ് പുസ്തകം എടുത്ത് വെച്ചിട്ട് പറയാ കേപ്പത്തെ സോയത്തെ സോയത്തെ. അപ്പൊ ഇവനെന്താ പറയണേ, എനിക്ക് എന്താടാ ഇത്? അപ്പൊ വീണ്ടും 30 ഇതിങ്ങനെ റിപ്പീറ്റ് ചെയ്യാ. അങ്ങനെ 1 വർഷം കഴിഞ്ഞ് സ്കൂളിൽ കഴിഞ്ഞ് വീണ്ടും ഞാൻ LKG ചേർത്തി. ഒന്നും കൂടെ ഇരിക്കട്ടെ, ഒന്ന് സംഭാഷണമൊക്കെ ഒന്ന് ക്ലിയർ ആവട്ടെ വെച്ച് കൊണ്ട് നിർത്തിയപ്പോ സംഭവം ഇതെന്താ, ക്യാപിറ്റൽ ലെറ്റർ എ സ്മോൾ ലെറ്റർ എ. ഇത് പറയാനാണ് ചെക്കൻ കേപ്പത്തെ സോയത്തെ പറഞ്ഞത്. ഞാൻ നമിച്ചിരിക്കുന്നു കേട്ടോ. സൂപ്പർ. നിങ്ങളുടെ ആ ഒരു സ്ലാങ് ആണ് ഇത്ര ഭംഗി കേട്ടോ. വേറെ വല്ല ആൾക്കാരാണെങ്കിൽ തറുതല പറയുന്ന പോലെ നമുക്ക് തോന്നി, പക്ഷെ ഇത് അറ്റ്യൂമ സ്ലാങ്ങും നല്ല രീതിയിൽ പ്രിൻസിപ്പൽ ആവണം എന്നുള്ള മോഹം, ഒരുപാട് ക്രിയേറ്റിവിറ്റി ഉണ്ട് ഉള്ളിൽ. എനിക്ക് അങ്ങനെ ചെയ്യാൻ തീർച്ചയായിട്ടും വന്നുപെട്ട സ്ഥലം വളരെ കറക്റ്റ് ആണ്. ആദ്യം ഡോക്ടർ ആവണമെന്ന് ആഗ്രഹം. അതെയാ? പഠിക്കാതെ എങ്ങനെ ഡോക്ടർ ആവാം, അല്ലാതെ കുറെ ബുദ്ധിമുട്ട് കോട്ടലിട്ട് ഞാൻ നടക്കുമ്പോ എവിടെ നിൽക്കുന്ന തയ്യലിന്റെ ലെവലിലാട്ടാ. ഡ്രസ്സിലാണ് കൂടുതൽ താല്പര്യം. വേറെ എന്താ സെലീനയുടെ ആക്ടിവിറ്റീസ്? തയ്യലുണ്ട്, പിന്നെ മൈലാഞ്ചി ഇടുന്നുണ്ട്. മൈലാഞ്ചി ഇടുന്നു അല്ലേ? ഹെന്ന
തീർച്ചയായിട്ടും സെലിനയ്ക്ക് ഒരുപാട് വളരെ നല്ല രീതിയിൽ നന്നായിട്ട് ഇവിടെ പെർഫോം ചെയ്യാൻ പറ്റും എനിക്ക് വിശ്വാസമുണ്ട്. ഇന്നസെന്റ് ഒരിക്കലും ഇന്നസെൻസ് പോകാതിരിക്കട്ടെ സെലിനെ വിട്ട് കേട്ടോ. ഹസ്ബൻഡിന് പ്രത്യേകം നന്ദി. കാരണം ഇത്രയും പറഞ്ഞതും അത്ര അദ്ദേഹത്തിനെ കുറിച്ച് പറയണമെങ്കിൽ അദ്ദേഹം അത്ര നല്ല മനുഷ്യനായിട്ടായിരിക്കണം ഇല്ലേ? അദ്ദേഹം ഇതുപോലെ സെൻസ് ഉള്ള നല്ല പേഴ്സൺ ആയിരിക്കണം അല്ലേ? എന്നാലല്ലേ അക്സെപ്റ്റ് ചെയ്യുള്ളൂ. അങ്ങനെ ഗുഡ് സലീന. ഓക്കെ, കീപ് ഇറ്റ്. വളരെ മനോഹരമായിട്ടുണ്ട് സെലീനയുടെ പ്രൊഫൈലും അതുപോലെ തന്നെ സെലീനയുടെ സംസാര രീതിയും സെലീന ചിന്തിക്കുന്ന രീതിയൊക്കെ വളരെ രസമുണ്ട്. സെലീനയുടെ ഇപ്പൊ സ്കൂളിലെ പ്രിൻസിപ്പൾ ആവണം എന്നല്ലാതെ എന്തൊക്കെയാണ് ജീവിതത്തിൽ ആഗ്രഹിച്ചിട്ടുള്ളത്, അല്ലെങ്കിൽ എന്തൊക്കെയാണ് സ്വപ്നങ്ങൾ കാണാറുണ്ടായിരുന്നത്? കലേഷ് ചെയ്യുന്ന പ്രോഗ്രാം ഉണ്ടല്ലോ, പാചകം, ടേസ്റ്റ് ഓഫ് കേരള, പിന്നെ ലക്ഷ്മി നായർ ചെയ്യുന്ന അതേപോലെ TV പ്രോഗ്രാമുകളെ ഭക്ഷണം ഉണ്ടാക്കുന്ന അത് ചെയ്യണം എനിക്ക് വളരെയധികം ആഗ്രഹമുണ്ട്. പലതരത്തിലുള്ള ചിക്കൻ ബിരിയാണികൾ ഇനി വരുന്ന അവസരങ്ങളിൽ കാണാൻ സാധിക്കുമായിരിക്കും അല്ലെ? പ്രതീക്ഷിക്കാം. സെലീനയ്ക്ക് എന്തെങ്കിലും ട്രെയിനിങ് എന്തെങ്കിലും കിട്ടിയിട്ടുണ്ടോ? പെർഫോം ചെയ്യുന്നതിന് വേണ്ടിയോ അല്ലെങ്കിൽ പാട്ട് പാടുന്നതിന് വേണ്ടിയോ അങ്ങനെ എവിടെയെങ്കിലും പഠിക്കാനോ മറ്റോ പോയിട്ടുണ്ടോ? ക്ലാസിക്കലായിട്ട് ഞാൻ അങ്ങനെ പഠിച്ചിട്ടില്ല. എന്നാലും പക്ഷെ ഞാൻ നന്നായി പാടുന്നാണ് എനിക്ക് തോന്നുന്നത്. ജന്മന കിട്ടിയതാണ് അങ്ങനെ ഉണ്ട്. വളരെ നല്ല കാര്യം സെലീന. സെലീനയ്ക്ക് ഈ വനിതാരത്നം പ്രോഗ്രാമിലേക്ക് എല്ലാവിധ ആശംസകളും നേരുന്നു. നന്നായി പെർഫോം ചെയ്യാൻ കഴിയട്ടെ എന്ന് ആശംസിക്കുന്നു. ഗോഡ് ബ്ലെസ് യു. താങ്ക് യു സർ. Thank you so much. മാർക്സ് 7.5. 7. സെലീന 7.5. സെലീന മൊത്തം മാർക്ക് 30-ൽ 22. നമുക്ക് വനിതാരത്നത്തിന്റെ അവസാന റൗണ്ടുകൾ വരെ കാണുവാൻ ഭാഗ്യമുണ്ടാവട്ടെ. ആശംസകൾ. Thank you. ജോസ്കോ വനിതാരത്നം വിജയികളെ കാത്തിരിക്കുന്നു ഇമ്മാനുവൽ സിൽക്സ് നൽകുന്ന ക്യാഷ് പ്രൈസ്.